ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. അപ്പം നമ്മൾ വ്യാഴാഴ്ച രാവിലത്തെ ഇച്ചിരി മോർണിംഗ് റുട്ടീൻസും പിന്നെ നമ്മളിന്ന് വെക്കുന്ന രസമാട്ടോ, രസത്തിൻ്റെ റെസിപ്പി ആട്ടോ കാണിച്ചു തരുന്നത്. നോക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കണം. തൊലി കളയണ്ട കേട്ടോ, തൊലി കളയാതെ ചതച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ എടുത്തത് ഈ പുളിയാട്ടോ. ഇത് കുറച്ച് സമയം വെള്ളത്തിലിടാൻ വേണ്ടി നോക്കുവാണേ. പുളി പെട്ടെന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടാൻ ചെറിയ ചൂടുവെള്ളത്തിലിട്ടാൽ മതി കേട്ടോ. പെട്ടെന്ന് പുളിയെല്ലാം ഇറങ്ങി കിട്ടും. നമ്മൾ അടുപ്പിൽ വെച്ച് ഈ ചട്ടി ഒന്ന് ചൂടാക്കിയത് കേട്ടോ. നമ്മളിലേക്ക് എണ്ണ ഒഴിക്കാൻ പോവുകയാണേ. നമ്മുടെ എണ്ണക്കുപ്പിയുടെ ഒക്കെ അവസ്ഥ ഉണ്ട് രാവിലെ, അത്രയ്ക്ക് തണുപ്പായിട്ടോ അവിടെ. അതുകൊണ്ട് അതെടുക്കണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ എടുക്കും. അവിടെ നമ്മൾ കുറച്ച് പാക്കറ്റിലെ എണ്ണയായിട്ട് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. പരകെ കടുക് കേട്ടോ. പിന്നെ കുറച്ച് ഉലുവ, പിന്നെ നമ്മുടെ വറ്റൽമുളക്, പിന്നെ കുറച്ച് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി വരാത്തത് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് സമയം ഒരു വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു കളർ മാറാൻ വേണ്ടി 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതിൽ ഒരു തക്കാളി, ഈ തക്കാളി അരിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ചേർക്കണം കേട്ടോ. ഇതിലേക്ക് തക്കാളി ചേർക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴണ്ട് വരണം തക്കാളി. ഇതാണ് നമ്മുടെ തക്കാളി അത്യാവശ്യം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ ഈ രസപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു പാക്കറ്റ് ഒരു തവണ ഉപയോഗിക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ ഇടുക നമുക്ക് നന്നായിട്ടൊന്ന് ഒരു സെക്കൻഡ് കൂടെ വേണം കേട്ടോ. പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. പെട്ടെന്ന് തന്നെ ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഒത്തിരി സമയം എടുക്കാം. സമയം വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കായം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ചേർക്കത്തില്ല, കാരണം ഇതിന് നല്ല കായത്തിൻ്റെ മണം വന്നു. അതുകൊണ്ട് ഞാനിതിനകത്ത് കായം ചേർക്കുന്നില്ല. ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ പുളിവെള്ളം ഒഴിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഒരു ചെറിയ തീയിലിട്ട് തിളയ്ക്കരുത്. തിളയ്ക്കുന്നതിന് മുന്നേ ഓഫ് ചെയ്തെടുക്കണം. അതാട്ടോ അതിൻ്റെ കണക്ക്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, പച്ച മണമൊക്കെ മാറിക്കാണും. അപ്പോൾ ഇതിലേക്ക് പുളിവെള്ളം ഒഴിക്കാം കേട്ടോ. വെള്ളം കൂടുതലുള്ളതുകൊണ്ട് പുളി കുറവാട്ടോ. എന്തായാലും വെള്ളം ചേർക്കണമല്ലോ. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കണം കേട്ടോ. ഒത്തിരി വേണ്ട, ഇത് മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് ബാക്കി ചേർത്താൽ മതിയല്ലോ. ഇതിലേക്ക് മല്ലിയിലൊക്കെ ഇടുന്നത് നല്ലതാണ്. പക്ഷേ എനിക്ക് ഇവിടെ ദേവൂട്ടിക്കൊന്നും മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് മല്ലിയില ഇടുന്നില്ല. ഇനി ഇതിങ്ങനെ തിളച്ച് വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതായിട്ട് ഇവിടെ രസം സെറ്റായി വന്നിട്ടുണ്ട്. ഇതാണ് രസത്തിൻ്റെ ഫൈനൽ ലുക്ക്. നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാട്ടോ ഈ രസം എന്ന് പറയുന്നത്. അല്ലേ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. അപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കേട്ടോ, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.